നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ കാത്തിരിക്കുന്ന PM കിസാൻ പദ്ധതിയുടെ 23ാം ഗഡുവിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അടുത്ത 2000 രൂപയുടെ ഗഡു എപ്പോൾ ലഭിക്കും? ആരൊക്കെയാണ് പണം ലഭിക്കാൻ അർഹർ? ഗുണഭോക്തൃ പട്ടികയിൽ പേര് എങ്ങനെ പരിശോധിക്കാം? എന്നിങ്ങനെയുള്ള പ്രധാന വിവരങ്ങൾ നമ്മൾക്ക് വിശദമായി നോക്കാം. കഴിഞ്ഞ ഗഡുവായ 22ാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തപ്പോൾ 9 കോടിയിലധികം, അതായത് മാർച്ച് മാസത്തിലാണ് വിതരണം നടന്നത്. 9 കോടിയിലധികം കർഷകർക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലൂടെ 2000 രൂപ തുക DBT മുഖേന ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ഈ പദ്ധതിയിലൂടെ ഇതുവരെ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് രാജ്യത്തെ കർഷകർക്ക് കൈമാറിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, PM കിസാൻ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന കർഷക സഹായ പദ്ധതികളിൽ ഒന്നാണ്. ഈ പദ്ധതിയിലൂടെ അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപയാണ് ലഭിക്കുന്നത്. 3 ഗഡുക്കളായാണ് ഈ തുക വിതരണം ചെയ്യുന്നത്. ഓരോ 4 മാസത്തിലും 2000 രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും. ഇനി ഒരു പ്രധാന കാര്യം നോക്കാം. പലർക്കും ഗഡു തടസ്സപ്പെടുന്നു എന്ന സാഹചര്യം ഇപ്പോൾ കാണുന്നുണ്ട്. പലരും കമന്റിലൂടെ അറിയിക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഈ KYC പൂർത്തിയാക്കാത്തതും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളിലെ പിഴവുകളുമാണ്. നിങ്ങൾ ഇതുവരെ ഈ KYC പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അത് ചെയ്യണം. അല്ലാത്ത പക്ഷം അടുത്ത ഗഡു ലഭിക്കാതെ പോകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ടും തമ്മിലുള്ള ബന്ധം, അതായത് ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അത് ശരിയാണോ എന്നുള്ളതും നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനക്ഷമമാണോ എന്ന് ഉറപ്പാക്കണം. ഇനി ആർക്കൊക്കെയാണ് PM കിസാൻ പദ്ധതി അർഹരെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ പൗരനായിരിക്കണം, അത് ആദ്യത്തെ കണ്ടീഷനാണ്. കൃഷിയോഗ്യമായ ഭൂമി സ്വന്തമായി ഉണ്ടായിരിക്കണം. 20 സെന്റ് അങ്ങനെയാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറുകിട അല്ലെങ്കിൽ നാമമാത്ര കർഷകനായിരിക്കണം. ആദായ നികുതി അടയ്ക്കുന്ന വ്യക്തികൾക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല. ഇൻകം ടാക്സ് പോലുള്ള കാര്യങ്ങൾ, GST അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഈ ഒരു പദ്ധതി യോഗ്യതയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില വിഭാഗം സർക്കാർ പെൻഷനുകൾക്കും അർഹത ഉണ്ടായിരിക്കില്ല. 10,000 രൂപ വരെ സർക്കാർ പെൻഷൻ ലഭിക്കുന്നവർക്കും ഇത് ലഭിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ രേഖകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇനി ഗുണഭോക്തൃ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റ് ഉണ്ട്. pmkisan.gov.in ആ ഒരു സൈറ്റിൽ കയറുക. അതിൽ ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന് താഴെ കാണിക്കും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം സംസ്ഥാനം സെലക്ട് ചെയ്യുക. കേരളം എന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജില്ല തിരുവനന്തപുരമാണോ പാലക്കാടാണോ, ഏതാണോ ജില്ല അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ ബ്ലോക്ക്, നിങ്ങളുടെ ബ്ലോക്ക് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ തൊട്ടടുത്തായി ഗെറ്റ് റിപ്പോർട്ട് എന്ന ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ പേര് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം നിങ്ങൾ കണ്ടുപിടിക്കുക. പഞ്ചായത്ത് ഓഫീസോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം CSC സെൻറ്ററിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. അവിടെ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. രജിസ്ട്രേഷൻ നമ്പർ നൽകി ഗെറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്താൽ അപേക്ഷയുടെ മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. സുഹൃത്തുക്കളെ, പലരും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, 23ാം ഗഡു ലഭിക്കാൻ പുതിയ അപേക്ഷ നൽകേണ്ടതുണ്ടോ എന്നുള്ളത്. ഇതിനുള്ള ഉത്തരം ഇല്ല എന്നാണ്. നിങ്ങൾ ഇതിനകം ഗുണഭോക്താവാണെങ്കിൽ പുതിയ അപേക്ഷ നൽകേണ്ട ആവശ്യമില്ല. എന്നാൽ വിവരങ്ങളിൽ പിഴവുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് അനിവാര്യമാണ്. കൂടാതെ പുതിയതായി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോഴും രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കും. ആവശ്യമായ രേഖകൾ സമർപ്പിച്ചാൽ പരിശോധനയ്ക്ക് ശേഷം പദ്ധതി ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഗഡു പ്രഖ്യാപിക്കുന്നതിന് മുൻപ് എല്ലാ ഗുണഭോക്താക്കളും അവരുടെ സ്റ്റാറ്റസ്, KYC, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം ചെറിയൊരു പിഴവ് പോലും 2000 രൂപ ഗഡു വൈകിപ്പോവാൻ ഇടയാക്കും, അല്ലെങ്കിൽ ലഭിക്കാതിരിക്കാനും കാരണമാവും.
ഇനി ആ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോവാം. PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു 2026 ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യുമെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ജൂലൈ മാസം പകുതിയോടുകൂടി തന്നെ ചെയ്യുമെന്നാണ് പല റിപ്പോർട്ടുകളും നാഷണൽ മീഡിയാസ് പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതുവരെ കേന്ദ്ര സർക്കാർ അതിൻ്റെ ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചിട്ടുമില്ല. അതിനാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എല്ലാ വാർത്തകളും വിശ്വസിക്കാതെ ഔദ്യോഗികമായ അറിയിപ്പുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അടുത്ത ഗഡു പ്രഖ്യാപിക്കുന്നതിന് മുൻപ് എല്ലാ ഗുണഭോക്താക്കളും അവരുടെ സ്റ്റാറ്റസ്, KYC, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എല്ലാം പരിശോധിക്കുന്നത് വളരെ വളരെ പ്രധാനമായ കാര്യമാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ കർഷക സുഹൃത്തുക്കളെ, 23-ാം ഗഡുവിൻ്റെ ഔദ്യോഗിക തീയതി പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് എല്ലാവരും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ഇനി അടുത്തുള്ള വിവരങ്ങൾ അറിയാൻ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.